പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും ജ്വല്ലറിയിൽ ചുറ്റിപ്പറ്റിയിട്ട് അവിടുത്തെ രഹസ്യങ്ങളും ആരാണ് ആദർശിനെ തകർത്തെറിഞ്ഞതെന്നും മൂർത്തിസ് ജ്വല്ലറിയെ ഇല്ലാതാക്കിയത് എന്നും അറിയാനായിട്ടുള്ള ഓരോ നിരീക്ഷണത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ആദർശിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഞങ്ങളുടെ കൂടെ ജ്വല്ലറിയിൽ എത്തണമെന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെ സാധിക്കും, എന്നെ അവർ തിരിച്ചറിയില്ലേ, നിങ്ങളെ അവർക്കറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അവിടെ എത്ര നിന്നിട്ടും മനസ്സിലാവാത്തത്, നിങ്ങൾക്ക് ഡിസൈനേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറാൻ പറ്റിയത്, ഇനി ഞാനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ അതും നടക്കത്തില്ല, അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാനെങ്ങനെയാണ് അങ്ങോട്ട് വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതിന് ഞാനൊരു നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം, നീ ആയിട്ടല്ല, നീ മറ്റൊരാളായിട്ടാണ് അങ്ങോട്ട് വരേണ്ടത്, നീ വേഷം മാറിയിട്ട് ഒരു സിഖുകാരൻ്റെ വേഷത്തിൽ അങ്ങോട്ട് വരണം, നീ ഏറ്റവും മികച്ച പണക്കാരനായിട്ടും അവരുമായിട്ടുള്ള കോൺട്രാക്റ്റിന് തയ്യാറാണ് എന്നും അവരുടെ ആഭരണങ്ങളും സ്വർണങ്ങളും വളരെയധികം ഇഷ്ടമാണെന്നുള്ളതും അവരുടെ ആ ഒരു ഇതിൽ നല്ല മാറ്റിൽ 10 മാറ്റ് സ്വർണ്ണമാണെന്നുള്ളതും അതുകൊണ്ട് അവിടുന്ന് ഒരുപാട് ഓർഡറുകൾ എടുക്കാമെന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നീ അങ്ങോട്ട് എത്തേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്, പിന്നെ ഒരു പേടി പറഞ്ഞാൽ എങ്ങാനും പിടിക്കപ്പെട്ടാൽ പിന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്തയും ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റാത്തയും അവസ്ഥയായി പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ച് നിന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ആർക്കും പിടി കൊടുക്കത്തില്ല, പിന്നെ വേഷവിധാനം എന്ന് പറഞ്ഞാൽ ആർക്കും പിടി കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേഷമായിരിക്കണം ധരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് കിരൺ പറഞ്ഞതനുസരിച്ച് വേഷം കെട്ടാനായിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ നയന ആ ഒരു വേഷം ആദർശിനെ കൊണ്ട് വേഷം കെട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ആദർശിനെ വേഷം കെട്ടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു വേഷത്തിൽ കിരണിനെ പോയി കാണുകയും കിരണിന് ആദ്യം മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ, എന്നാൽ പിന്നെ അവരുടെ കാര്യം പറയണ്ട, ഏതായാലും സമാധാനമായി എന്നൊക്കെ പറയുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതേടാ എനിക്ക് നിന്നെ കണ്ടപ്പോൾ മനസ്സിലാവുന്നേ ഇല്ല, ഒറിജിനൽ പഞ്ചാബി ലുക്കാണ് ഉള്ളത്, അതുകൊണ്ട് ഇനി നീ പേടിക്കേണ്ട കാര്യമില്ല, അവരൊരിക്കലും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് നീ അവിടെ കയറി പറ്റിക്കോ, പിന്നെ സൗണ്ടൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, ഹിന്ദിയും മലയാളവും കൂടെ കലർന്നൊരു സംസാരിച്ചാൽ മതി, അപ്പോൾ അവർക്ക് അത്ര തെറ്റിദ്ധാരണ വരില്ല, പൂർണ്ണമായിട്ടും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിച്ചോ എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഞാൻ ഏറ്റവും ഹിന്ദി അത്യാവശ്യം വശമുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആദർശ് ജ്വല്ലറിയിലേക്ക് വേഷം കെട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെയുള്ള ഡേവിഡ് സാറെ ആദ്യം തന്നെ കാണുന്നുണ്ട്. എന്നിട്ട് ഇംപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജ്വല്ലറിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റിന് ഞാൻ തയ്യാറാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം എത്തിച്ച് നൽകണം, പിന്നെ എല്ലാ രേഖകളും ഇവിടെയുള്ള എല്ലാവരുടെയും തലപ്പത്തുള്ള എല്ലാ ആളുകളെയും എനിക്ക് കാണുകയും വേണം എന്നൊക്കെ പറയുന്ന സമയത്ത്, അതിനെന്താ, അത് നമുക്ക് മുട്ടിക്കാലോ, എൻ്റെ മുകളിൽ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു സാറുണ്ട്, ആ സാറുമായിട്ട് നമുക്ക് ഡീൽ ഉറപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യാം, പിന്നെ മൂർത്തിസ് ജ്വല്ലറിയെ കുറിച്ച് അറിയാലോ, ഏറ്റവും മുൻപന്തിയിൽ നിന്നതായിരുന്നു, ഇപ്പോൾ അവർ കൂപ്പ് കുത്തിയിരിക്കുകയാണ്, അവർ ജനങ്ങളെ ചതിക്കുകയല്ലായിരുന്നോ, പണിക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുകയല്ലായിരുന്നോ, അതൊക്കെ ഞങ്ങൾ പൊളിച്ചടുക്കിയിട്ട് ഇപ്പോൾ ഒറിജിനൽ എന്താണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അതേടാ ഒറിജിനൽ ഏതാണെന്നുള്ളത് ശരിക്കും തെളിയിക്കാൻ തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളുടെ മൂർത്തിസ് ജ്വല്ലറിയേക്കാളും മുന്നിലെത്താൻ ഒരിക്കലും ആരെക്കൊണ്ടും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു നിമിഷം സ്റ്റക്കായപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ സാർ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ആ മൂർത്തിസ് ജ്വല്ലറിയുടെ കാര്യം ആലോചിച്ചതാണ്, എങ്ങനെ വളർന്നു വന്ന എങ്ങനെ മുൻപന്തിയിൽ എത്തിച്ച ഒരു ജ്വല്ലറി ആയിരുന്നു ഇപ്പോൾ തകർന്നടിഞ്ഞതല്ലേ, ഏതായാലും പ്രശ്നമല്ല, അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിനെക്കൊണ്ട് നമുക്ക് കള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശ് അവിടെയുള്ള ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ ഭരിക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നമ്മൾ അധികം ആരോടും ഫേമസ് ആക്കി പറയാനില്ല, കാരണം ഇവിടുത്തെ MDക്ക് അതത്ര താല്പര്യമില്ല മറ്റുള്ളവരെ അറിയുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു വലിയ ഓർഡർ വരുന്ന ഒരു സ്ഥിതിക്ക് എന്തായാലും സാറിനോട് സംസാരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് രഹസ്യമായിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടാം, നമുക്കൊരു ഹോട്ടലിൽ വെച്ച് തന്നെ മീറ്റിംഗ് കൂടാം, ആരും അറിയാതെ നമുക്ക് കൂടിയാൽ മതിയല്ലോ എന്നൊക്കെ
എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആദർശ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഏതായാലും തേടിയ വള്ളി കാല് ചുറ്റി, എൻ്റെ മെയിൻ ശത്രുവിനെ ഞാൻ നേരിട്ട് കാണാൻ പോവുകയാണ്. ഇനിയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്താൻ പോകുന്നത്. അയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു പൊളിച്ചടക്കൽ അടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അയാളെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ആദർശ്.